In this video, we are going to discuss about the different application protocols used in IoT and their transport methods used. So, നമ്മുടെ IoT-യിലെ ആപ്ലിക്കേഷൻ ലെയറിൽ പല ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾസ് നമ്മൾ ഉപയോഗിക്കും. ഈ ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾസിനനുസരിച്ച് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 4 സിനേറിയോസാണ് ഉള്ളത് നമുക്ക്. There are 4 scenarios. ഒന്നെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ ഈസ് ആബ്സെൻറ്റ്, അതായത് ആപ്ലിക്കേഷൻ ലെയർ ഇല്ല, ഇസ് ആബ്സെൻറ്റ്. അതായത് ആപ്ലിക്കേഷൻ ലെയർ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടത്തും? ഓക്കെ, പാക്കറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. സെക്കൻഡ് വൺ ഇസ് സ്കാഡ ആസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ, സ്കാഡ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വെൻ വി യൂസ് വെബ് ബേസ്ഡ് പ്രോട്ടോക്കോൾസ്. And the final one is using application layer protocols. നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾസ് ഉപയോഗിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ ഈസ് ആബ്സെൻറ്റ്. സെക്കൻഡ് വൺ ഇസ് വെൻ വി യൂസ് സ്കാഡ. തേർഡ് വൺ ഇസ് വെൻ വി യൂസ് വെബ് ബേസ്ഡ് പ്രോട്ടോക്കോൾസ്. Then the final one is application layer protocols. We are using application layer protocols. So these are the different methods, the 4 scenarios that we encounter. So let's discuss the first one. The application layer is absent. Okay, when the application layer is absent, if there is no application layer, ഇത് ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്, എസ്പെഷ്യലി when we have class 0 devices. ക്ലാസ് 0 ഡിവൈസസിനെ കുറിച്ച് നമ്മൾ നേരത്തെ കൺസ്ട്രെയിൻഡ് ഡിവൈസസിനകത്ത് പറഞ്ഞിരുന്നു. ക്ലാസ് 0 ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹെവിലി കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഡിവൈസസാണ്, വളരെയധികം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഡിവൈസസാണ്. അപ്പോൾ ഈ ക്ലാസ് 0 ഡിവൈസസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ലോ മെമ്മറി, ദേ ഹാവ് ലോ പ്രോസസ്സിംഗ് പവർ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഫുൾ പ്രോട്ടോക്കോൾ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഇംപ്ലിമെൻറ്റ് എ ഫുൾ പ്രോട്ടോക്കോൾ സ്റ്റാക്ക്. ഓക്കെ, അപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഹാവ് ടെമ്പറേച്ചർ സെൻസേഴ്സ്. ഓക്കെ, അതൊരു എക്സാമ്പിളാണ്. പക്ഷേ നമുക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ്, പല തരത്തിലുള്ള സെൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ സെൻസേഴ്സൊക്കെ ദേ ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ഗെറ്റിംഗ് സെൻസേഴ്സ്. അല്ലെങ്കിൽ ഈ സെൻസേഴ്സിൻ്റെ ഒക്കെ അവരുണ്ടാക്കുന്ന ഡേറ്റയുടെ ഫോർമാറ്റ് വ്യത്യാസമായിരിക്കും. സോ ദീസ് കൈൻഡ് ഓഫ് ഡിവൈസസ് they are made by or they are manufactured by different kind of vendors. Okay, പല മാനുഫാക്ചറേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ സംഭവിക്കും, മാനുഫാക്ചറേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തുവാണ് നമ്മുടെ പ്രശ്നം? നമുക്ക് ഈ പറയുന്ന ഡേറ്റ വിൽ ബി ഓൺ ഡിഫറെൻറ്റ് ഫോർമാറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലായിരിക്കില്ല, പല ഫോർമാറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ബി വെൻഡർ സ്പെസിഫിക്. വെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ ഹു യൂസ് യുവർ ഡേറ്റ, നിങ്ങളുടെ ഡേറ്റ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് വെൻഡേഴ്സ് എന്ന് പറയുന്നത്. അത് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസിനെയാണ് വെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ സ്പെസിഫിക് ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ. ആ ഡേറ്റ എന്ന് പറയുന്നത് പല ഫോർമാറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ പല ഫോർമാറ്റിലായിട്ടുള്ള ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ഫോർമാറ്റിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഈ വെൻഡറിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഡേറ്റയെ കൺവേർട്ട് ചെയ്യണം. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർസാണ് കോൾഡ് IoT Data Brokers. So IoT Data Brokers are actually middlewares. They are not hardwares nor softwares, but they are actually middlewares, somewhere in the middle. അപ്പോൾ മിഡിൽവെയർസ് ആണ് ഈ IoT Data Brokers എന്ന് പറയുന്നത്. So what IoT Data Brokers do is that they actually convert the data that is actually kind of collected by these sensors, and they convert it into a particular format that is actually accessible by the vendors. ഈ വെൻഡേഴ്സിന് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഡേറ്റ ബ്രോക്കേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഡേറ്റയെ കൺവേർട്ട് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ വി ഹാവ് 3 ടെമ്പറേച്ചർ സെൻസേഴ്സ്. 3 ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ബി X, Y and Z. Okay, then this is the data broker. Okay,
And we have three applications. Application A, B and C. മൂന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് വൺ ഈസ് കോൾഡ് ദി IoT Data Broker. ഈ IoT Data Broker എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് സെപ്പറേറ്റ് ഡീകോഡേഴ്സ് ഫോർ ഈച്ച് സെൻസേഴ്സ്. ഓരോ സെൻസറിനും ഡിഫറെൻറ്റ് ഡീകോഡേഴ്സ് ഉണ്ടായിരിക്കും. സോ ദിസ് ഇസ് എക്സിൻ്റെ ഡീകോഡറാണിത്, ഇത് വൈയുടെ ഡീകോഡറാണ്, ഇസഡിൻ്റെ ഡീകോഡറാണ്. സോ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കൈൻഡ് ഓഫ് ഡീകോഡ് ഇറ്റ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പെസിഫൈഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ എന്നിട്ട് അതിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു API വെച്ചിട്ട്, അതായത് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന ഈ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിനേക്ക് കൊടുക്കും. സോ ദാറ്റ് ഈസ് ദി IoT Data Broker ഡൂയിങ്. IoT Data Brokerൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അതാണ്. IoT Data Broker അതിനാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ ഓരോ സെൻസറും എടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് പല പല ഫോർമാറ്റിലുള്ളതായിരിക്കും. ആ ഫോർമാറ്റിനെയൊക്കെ ഒരുമിച്ച് ഒരൊറ്റ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് IoT Data Brokerൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ IoT Data Broker, ഓക്കെ, ഈ IoT Data Brokerൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ക്യാൻ ബി യൂസ്ഡ് ഇൻ എ കൊമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവ്. ഒരു കൊമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഡേറ്റാ ബ്രോക്കേഴ്സിനെ ഉപയോഗിക്കാം. അതായത് നമ്മുടെ IoT ഡിവൈസസ് കളക്ട് ചെയ്യുന്ന ഡേറ്റയെ സെല്ല് ചെയ്യുക. ടു സെൽ ദ ഡേറ്റ ദാറ്റ് ഇസ് ബീൻ കളക്റ്റഡ് ബൈ ദി IoT ഡിവൈസസ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൊമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഉപയോഗിക്കാം. സോ ദേ ആക്ട് ആസ് എ പൊട്ടൻഷ്യൽ റവന്യൂ ജനറേറ്റർ. അവരൊരു പൊട്ടൻഷ്യൽ റവന്യൂ ജനറേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് IoT Data Brokers. കാരണം ബിക്കോസ് ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാല്യുബിൾ ഫോർ ദി ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യും, ഡേറ്റാ ബ്രോക്കറിൻ്റെ ഉപയോഗിച്ച് ഈ ഡേറ്റാ ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ദേ ആക്ച്വലി ബൈ ദിസ്. സോ വാട്ട് ആർ ഡേറ്റാ ബ്രോക്കേഴ്സ്? ദേ ആർ ആക്ച്വലി മിഡിൽ വെയർസ് ദാറ്റ് കൺവേർട്ട് data that is collected by the devices or smart devices into a standardized format. Okay, that's IoT Data Brokers. So that is the first thing. That is what will happen if there is no application layer. Okay, or application layer is absent. Second one is called SCADA. അപ്പോൾ SCADA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It is a full form. It is the what is SCADA? SCADA is the abbreviation of supervisory control and data acquisition. Okay, it is called supervisory control and data acquisition. So what is SCADA? It is actually an automation control system. Automation control സിസ്റ്റമാണ് സ്കാഡ എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്കാഡ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ഇൻ ഫാക്ടറീസ് ടു കൈൻഡ് ഓഫ് കൺട്രോൾ, റിമോട്ട്ലി കൺട്രോൾ ദീസ് ഡിവൈസസ്. അല്ലെങ്കിൽ ഈ ഫാക്ടറിയിൽ ഒരുപാട് തരം IoT ഡിവൈസസ് ഉണ്ടാവും, മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിവൈസസിനെയൊക്കെ റിമോട്ടായിട്ടിരുന്നിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഒരു ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റമാണ് എന്ത് സ്കാഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങളൊരു പക്ഷേ നിങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഫാക്ടറിയിൽ ഒരാൾ ഒരു മുറിയിൽ ധാരാളം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഈ പറയുന്ന മെഷീൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. സോ വി ആർ യൂസിങ് സ്കാഡ ദർ. ഓക്കെ, so actually what is SCADA doing? It allows the industries to control the industry process remotely. Okay, and it also allows to monitor, gather and process data. ഈ ഇൻഡസ്ട്രിയിൽ ഓരോരോ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എനോമസ് ഡേറ്റ ബീയിങ് ജനറേറ്റഡ്. ഈ ഡേറ്റയൊക്കെ മോണിറ്റർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഗ്യാദർ ചെയ്യാനും നമ്മൾ ഈ സ്കാഡ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഇൻ്ററാക്ട് വിത്ത് ദ ഡിവൈസസ്. ഈ ഡിവൈസസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനും സ്കാഡ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ദി യൂസസ് ഓഫ് സ്കാഡ. Okay, and
സ്കാഡയെ നമ്മൾ ഒരു IP, ആക്ച്വലി സ്കാഡ വാസ് ഇനീഷ്യലി ഡെവലപ്ഡ് വിത്തൗട്ട് IP. ഒരു IP ഇല്ലാതെയായിരുന്നു നമ്മൾ ആദ്യകാലങ്ങളിൽ സ്കാഡ ഡെവലപ്പ് ചെയ്തത്. ഒരു നോൺ IP പ്രോട്ടോക്കോളായിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. പിന്നീട് IP വന്ന സമയത്തേക്ക് വി ആക്ച്വലി കൈൻഡ് ഓഫ് അഡോപ്റ്റഡ് ഇറ്റ് ടു ഈതർനെറ്റ് ആൻഡ് IPv4. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ IP ഇല്ലാതെയാണ് നമ്മൾ ഈ പറയുന്ന സ്കാഡയെ ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ വി ഹാവ് ടു ടണൽ ലെഗസി സ്കാഡ ഓവർ IP നെറ്റ്വർക്ക്സ്. സോ ദാറ്റ് ഈസ് കോൾഡ് ടണലിംഗ് സ്കാഡ ഓവർ IP നെറ്റ്വർക്ക്. ഓക്കെ, അതായത് ഈ പറയുന്ന സ്കാഡയെ നമുക്ക് എന്തിലേക്ക് അഡാപ്റ്റ് ചെയ്യണം? IP നെറ്റ്വർക്കിലേക്ക് അഡാപ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ടണൽ സ്കാഡ ഓവർ IP നെറ്റ്വർക്ക്. ഓക്കെ, സോ ദിസ് ടണലിംഗ് ഈസ് അച്ചീവ്ഡ് ഇൻ 3 ways. The tunneling is achieved in 3 ways. The first way is called by using tunneling using row socket. Using row socket over TCP and UDP. TCPയുടെ UDPയുടെ മുകളിലൂടെ ഈ യൂസ് റോ സോക്കറ്റ് വെച്ചിട്ട് ടണൽ ചെയ്യുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് യൂസിങ് intermediate device for protocol translation. പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഡിവൈസ് എടുക്കുന്നു. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തുവാണ്? ഓക്കെ, നമ്മൾ യൂസിങ് റോ സോക്കറ്റ് ഉപയോഗിച്ചിട്ട് ടണൽ ചെയ്യുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷൻ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ റോ സോക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ സ്റ്റാൻഡേർഡ് API. അതായത് ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ് ഏത് ഈ പറയുന്ന റോ സോക്കറ്റ് എന്ന് പറയുന്നത്. സോ ആൻ API ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 things. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ IP അഡ്രസ്. ഈ പറയുന്ന സോക്കറ്റിന് എന്തുണ്ടായിരിക്കും? ഒരു IP അഡ്രസ്സും ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എ TCP അല്ലെങ്കിൽ ഒരു UDP പോർട്ടും കാണും. ഓക്കെ, അതായത് ഈ റോ സോക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റാൻഡേർഡ് API ആൻഡ് ഇറ്റ് ഹാസ് 2 things. ഫസ്റ്റ് വൺ ഇസ് an application, it consists of an IP address and it also consists of a TCP or UDP port. TCP UDP പോർട്ടും ഒരു IP അഡ്രസ്സും ഉള്ള ഒരു സ്റ്റാൻഡേർഡ് API ആണ് ഏത് റോ സോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so using row socket എന്ന് വെച്ച് കഴിഞ്ഞാൽ in this method the serial data is actually directly packaged into TCP or UDP transport system. Okay, so row socket connection simply denotes that the serial data is being packaged directly into a TCP or UDP transport. ഒരു TCP അല്ലെങ്കിൽ UDP ട്രാൻസ്പോർട്ടിലേക്ക് ഈ ട്രാൻസ്ലേഷൻ ഒന്നും കൂടാതെ ഡയറക്റ്റായിട്ട് നമ്മൾ സീരിയൽ ഡേറ്റയെ നമ്മൾ പാക്കേജ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ റോ സോക്കറ്റ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വി യൂസിങ് ഇൻ്റർമീഡിയറ്റ് ഡിവൈസ് ഫോർ പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷൻ. പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഡിവൈസിനെ ഉപയോഗിക്കുന്നു. സോ ലെറ്റ്സ് സേ ഫസ്റ്റ് വൺ റോ സോക്കറ്റ് ഓവർ TCP ആൻഡ് UDP എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാഡയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി കൺട്രോളിങ് RTUs. ഓക്കെ, RTUs അതായത് റിമോട്ടായിട്ടുള്ള ഡിവൈസസിനെ റിമോട്ട് ഡിവൈസസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ RTUസിനെ ദേ ആർ ആക്ച്വലി കണക്റ്റഡ് ടു എ സോക്കറ്റ്. ഇതാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ സോക്കറ്റ് ഈസ് കണക്റ്റഡ് ടു എ മാസ്റ്റർ സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് ദീസ് സോക്കറ്റ്സ് ആക്ച്വലി വർക്ക് ഇൻ മാസ്റ്റർ സ്ലേവ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദിസ് സോക്കറ്റ്, ദ മാസ്റ്റർ സോക്കറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു എ സ്കാഡ സെർവർ. ഒരു സ്കാഡ സെർവറിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ്. കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ത്രൂ എ സീരിയൽ കണക്ഷൻ.
ഒരു സീരിയൽ കണക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന ഇതിനെ നമ്മൾ ഒരു സ്കാഡ സെർവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് വി യൂസ് ഐ പി ആണ് നമ്മുടെ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐ പി ആണ് നമ്മൾ ഇവിടുത്തെ പ്രോട്ടോക്കോളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ ദി ഫസ്റ്റ് മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വി ആക്ച്വലി കണക്ട് ദി റോ സോക്കറ്റ് മാസ്റ്റർ ആൻഡ് ക്ലയൻറ്റ് സെറ്റപ്പ് റൂട്ടേഴ്സ്. ഈ റൂട്ടേഴ്സ് ഒരു മാസ്റ്റർ ആൻഡ് ക്ലയൻറ്റ് മോഡിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് ദേ ആർ ആക്ച്വലി കണക്റ്റഡ് ഇൻ എ സീരിയൽ വേ or serial pattern or serial using serial interfaces. Okay, this application actually communicates through COM ports. It actually communicates through COM ports വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് സെനേറിയോ എ, ഫസ്റ്റ് സെനേറിയോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെനേറിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി സിമിലർ ടു ദിസ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദിസ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് the only difference is that instead of using a serial communication here, we actually use Ethernet. ഇവിടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈതർനെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന റൂട്ടേഴ്സിന് അല്ലെങ്കിൽ റൗട്ടേഴ്സിനെ നമ്മൾ സ്കാഡ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ ഈതർനെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈതർനെറ്റിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ സീരിയൽ ഇൻ്റർഫേസിന് പകരം നമ്മൾ ഈതർനെറ്റാണ് കണക്ട് ചെയ്യുന്നത്. തന്നെയല്ല ഇവിടെ കോം പോർട്സിൻ്റെ കൂടെ വി യൂസ് കോം പോർട്സിൻ്റെ കൂടെ വി ആക്ച്വലി യൂസ് എ സീരിയൽ റീഡയറക്ടർ സോഫ്റ്റ്വെയർ. ഒരു സീരിയൽ റീഡയറക്ടർ സോഫ്റ്റ്വെയറും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ റീഡയറക്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ഓൺ ദ സ്കാഡ സെർവർ. ഈ സ്കാഡ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ റീഡയറക്ടർ സെർവർ എന്ന് പറയുന്നത്. വാട്ട് ദ റീഡയറക്ടർ സോഫ്റ്റ്വെയർ ഡസ് ഇസ് ദാറ്റ് ഇറ്റ് മാപ്സ് ദ സീരിയൽ കോം പോർട്സ് ടു ഐ പി പോർട്ട്. ഈ സീരിയൽ കോം പോർട്സിനെ ഐ പി പോർട്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യുവാണ് നമ്മുടെ സീരിയൽ റീഡയറക്ടർ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സീരിയൽ റീഡയറക്ടർ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് സിനാരിയോ. തേർഡ് സിനാരിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ സിമിലർ ടു ദിസ്. മൂന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ സിമിലർ ടു ദിസ്. പക്ഷെ ഒരൊറ്റ വ്യത്യാസം എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഇതെല്ലാം സെയിം ആണ്. ഒരൊറ്റ വ്യത്യാസം എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദിസ് കോം പോർട്സ് ആൻഡ് സീരിയൽ, ഈ പറയുന്ന കോം പോർട്സും സീരിയൽ റീഡയറക്ടർ സെർവറും ഒന്നും ഉപയോഗിക്കില്ല. വി ആക്ച്വലി ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ്സ് ഡയറക്റ്റ്ലി ഓവർ റോ സോക്കറ്റ്. കമ്മ്യൂണിക്കേറ്റ്സ് ഡയറക്റ്റ്ലി ഓവർ റോ സോക്കറ്റ്. റോ സോക്കറ്റിലൂടെ നേരിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദി ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ്സ് ഡയറക്റ്റ്ലി ഓവർ റോ സോക്കറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ തേർഡ് സിനാരിയോയിൽ ചെയ്യുന്നത്. അപ്പം സ്കാഡ സെർവറിന് ഈ ഒരു കണ്ടീഷനിൽ ഇറ്റ് ഹാസ് ഫുൾ ഐ പി സപ്പോർട്ട് ഫോർ റോ സോക്കറ്റ് കണക്ഷൻ. റോ സോക്കറ്റ് കണക്ഷന് ഫുൾ ഐ പി സപ്പോർട്ട് ഉണ്ടായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ. അപ്പോൾ നമ്മുടെ 3 സെനേറിയോസ് ഏതാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സീരിയൽ കണക്ഷൻ ഉപയോഗിച്ചിട്ട് കോം പോർട്സ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് സീരിയൽ കണക്ഷൻ വരെ ഈതർനെറ്റ് ഉപയോഗിച്ചിട്ട് കോം പോർട്സും സീരിയൽ റീഡയറക്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഈതർനെറ്റും ആൻഡ് ഇറ്റ് ഡയറക്റ്റ്ലി കണക്ട്സ് ഓവർ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ്സ് ഓവർ റോ സോക്കറ്റ്. റോ സോക്കറ്റിലൂടെ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് മൂന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3 സിനാരിയോസ് ഇൻ വിച്ച് വി ആക്ച്വലി കൈൻഡ് ഓഫ് യൂസ് റോ സോക്കറ്റ്. റോ സോക്കറ്റ് ഉപയോഗിക്കുന്ന 3 സിനാരിയോസ് ആണ് ഇത്. അതാണ് റോ സോക്കറ്റ് വെച്ചിട്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്തുമായിരുന്നു? ഇറ്റ് ഈസ് വി ആർ യൂസിങ് ഇൻ്റർമീഡിയറ്റ് ഡിവൈസ് ഫോർ പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് വി യൂസ് റോ സോക്കറ്റ്, സെക്കൻഡ് വൺ വി യൂസ് പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ. അപ്പോൾ രണ്ടാമത്തെ നോക്കാം, ഹൗ വി ഡു പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ. പ്രോട്ടോകോൾ ട്രാൻസ്ലേഷനിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
പ്രോട്ടോക്കോളിനെ ഇതിനെ നമ്മൾ പ്രോട്ടോക്കോളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രോട്ടോക്കോളിനെ, അതായത് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോളിനെ വി കൺവേർട്ട് ഇൻ ടു എ കറസ്പോണ്ടിങ് IP വേർഷൻ. ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷൻ. അപ്പം പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷനകത്ത് ഇവിടെയും സെയിം ആണ്. വി ഹാവ് 2 RTUs. ഓക്കെ, വി ഹാവ് 2 RTUs. ഓക്കെ, 1, 2, 3 ഒക്കെ RTUs വരാം. ദെൻ വി ഹാവ് ഗോട്ട് ആൻ IoT ഗേറ്റ്വേ. ഇവിടെ നമുക്കൊരു IoT ഗേറ്റ്വേ ഉണ്ടായിരിക്കും. സോ ദിസ് ഇസ് ദി IoT ഗേറ്റ്വേ. ആൻഡ് അതിൻ്റെ മുകളിലൊരു SCADA ഡേറ്റാബേസ് ഉണ്ടായിരിക്കും. സോ വി ഹാവ് ഗോട്ട് എ SCADA ഡേറ്റാബേസ്. We have an IoT gateway. അപ്പോൾ ഈ IoT ഗേറ്റ്വേ ആണ് ആക്ച്വലി പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷൻ നടത്തുന്നത്. സോ ഇറ്റ് കണക്ട്സ്, ഇതിന് വരുന്ന ഡേറ്റയെ ഇത് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റയെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഈ പറയുന്ന ഇത് DNP3 ആണെന്ന് വിചാരിക്കുക. DNP3 പ്രോട്ടോക്കോൾ ആണെങ്കിൽ, സപ്പോസ് DNP3 പ്രോട്ടോക്കോൾ ആണെങ്കിൽ ഇറ്റ് ഈസ് കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ദ കറസ്പോണ്ടിങ് IP വേർഷൻ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് DNP3/IP, അതായത് DNP3യുടെ IP വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം വി ആക്ച്വലി കണക്ട് ഇറ്റ് ടു എ റൗട്ടർ ആൻഡ് ദെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു സെർവേഴ്സ്. സെർവറിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അതിന് ശേഷം നമ്മളിതിനെ ഒരു സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മൾ ഈ സെർവേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ദ പ്രോട്ടോക്കോൾ, ഇവിടുത്തെ പ്രോട്ടോക്കോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോട്ടോക്കോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് IP WAN, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. IP വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആൻഡ് വി കണക്ട് ഇറ്റ് ആൻഡ് ദെൻ വി അറ്റാച്ച് ടു ദിസ് DNP3 സെർവേഴ്സ്. ഓക്കെ, DNP3 IP സെർവേഴ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ DNP3 IP സെർവേഴ്സ് എന്തുവാണ്? ദേ ആക്ട് ആസ് മാസ്റ്റേഴ്സ്. ദേ ആക്ട് ആസ് മാസ്റ്റേഴ്സ്. ഇത് മാസ്റ്റേഴ്സ് ആയിരിക്കും. ആൻഡ് ദി അതർ വൺ, ഈ പറയുന്ന ഗേറ്റ്വേ എന്ന് പറയുന്നത് ദേ വിൽ ബി സെർവേഴ്സ്, സെർവൻസ്. ഇതാണ് നമ്മുടെ ഒരു IP പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷൻ. അപ്പം അതായത് ഈ ഒരു ഏരിയയിൽ വി വിൽ ബി ഹാവിങ് DNP3 സീരിയൽ ഇൻ്റർഫേസ് ആയിരിക്കും. DNP3 കോൺഫിഗറേഷൻ ആയിരിക്കും ഈ സൈഡിൽ. അതായത് പ്രോട്ടോക്കോൾസ് ട്രാൻസ്ലേഷന് മുമ്പ് DNP3 കോൺഫിഗറേഷൻ ആണെങ്കിൽ പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷന് ശേഷം എന്തുമായിരിക്കും? അതിൻ്റെ കറസ്പോണ്ടിങ് IP കോൺഫിഗറേഷൻ ആയിരിക്കും. DNP3 IP കോൺഫിഗറേഷൻ ആയിരിക്കും ട്രാൻസ്ലേഷന് ശേഷം. സോ ദിസ് ഈസ് ഹൗ വി കണ്ടക്ട് പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷൻ. പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, the IoT Gateway performs the protocol translation that enables communication between the RTUs and the servers, despite the fact that the serial connection is present on one side and the IP connection is present on the other side. അതായത് ഇവിടെ IP കണക്ഷന് ഇവിടെ ഒരു സീരിയൽ കണക്ഷൻ, അതായത് DNP3യും ഇവിടെ IP ആണ് ഈ ഒരു സിറ്റുവേഷനിൽ എന്നത് ഒരു പ്രശ്നമല്ലാതെ ഇത് രണ്ടും ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് എങ്ങനെയാണ് നടക്കുന്നത്? ബിക്കോസ് ദി IoT Gateway ആക്ച്വലി ട്രാൻസ്ലേറ്റ്സ് ദി സീരിയൽ കണക്ഷൻ ടു കറസ്പോണ്ടിങ് IP വേർഷൻ. കറസ്പോണ്ടിങ് IP വേർഷനിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി പ്രോട്ടോക്കോൾ ട്രാൻസ്ലേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ 2 എണ്ണമാണ് പഠിച്ചത്. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. വെബ് ബേസ്ഡ് പ്രോട്ടോക്കോൾ, ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ. ആദ്യത്തെ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് മെത്തേഡ് വെൻ ആപ്ലിക്കേഷൻ ലെയർ ഈസ് ആബ്സെൻറ്റ്. ആപ്ലിക്കേഷൻ ലെയർ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ഈ പാക്കറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്.
ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് 0 ഡിവൈസസ് ആണ്. വി യൂസ് വാട്ട് ഡേറ്റ ബ്രോക്കേഴ്സ്. നമ്മൾ ഡേറ്റ ബ്രോക്കേഴ്സ്, IoT ഡേറ്റ ബ്രോക്കേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. സോ വി ആക്ച്വലി കൈൻഡ് ഓഫ് ജസ്റ്റ് കൺവേർട്ട് ഓൾ ദി ഡേറ്റ കളക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് സെൻസേഴ്സ് ഇൻ ടു എ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ഡേറ്റയെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിന് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഡേറ്റ ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വെൻ വി യൂസ് സ്കാഡ. സ്കാഡയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കാഡ ഡെവലപ്പ് ചെയ്ത് IP കോമ്പാറ്റബിൾ ആയിട്ടല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു യൂസ് ഓർ അഡാപ്റ്റ് സ്കാഡ ഓവർ IP-യിലേക്ക് സ്കാഡയെ അഡോപ്റ്റ് ചെയ്യണം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് യൂസിങ് റോ സോക്കറ്റ് ഓവർ ടു TCP ഓർ UDP, അല്ലെങ്കിൽ ബൈ യൂസിങ് പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ. ഒന്നുകിൽ റോ സോക്കറ്റ് വെച്ച് ടണൽ ചെയ്യാം, അല്ലെങ്കിൽ പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാം. ടണലിങ്ങിന് 3 സെനേറിയോ ഉണ്ട്, നമ്മൾ 3ഉം പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് മൂന്ന് സെനേറിയോസും നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ ആണ്. പ്രോട്ടോകോൾ ട്രാൻസ്ലേഷനകത്ത് നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് സംതിങ് ലൈക്ക് ആൻ IoT പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റർ. ഒരു IoT പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റർ നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഈ IoT പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റർ ഓർ ഇറ്റ് ഈസ് കോൾഡ് IoT Gateway. ഈ IoT Gateway acts as a protocol translator and translate a serial connection to corresponding IP configuration. IP കോൺഫിഗറേഷനിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് കണക്ഷൻ ആണെങ്കിൽ പോലും വി ക്യാൻ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇറ്റ്. അതാണ് പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത്. Okay, so this is the connection of protocol translation. So that is all about the two. We have two more like web-based protocols ഉണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസും ഉണ്ട്.